NSS ശക്തമായി ശബരിമല വിഷയത്തിൽ ഇടപെട്ടിരുന്നു. ഈ കഴിഞ്ഞ ആഴ്ച വരെ, അതായത് സുകുമാരൻ നായരുടെ നിലപാട് മാറ്റത്തിന് മുമ്പ് വരെ ശക്തമായ നിലപാട് ശബരിമലയ്ക്ക് വേണ്ടി എടുത്തൊരാളാണ് സുകുമാരൻ നായർ. അത് നായർ സമാജത്തിൻ്റെ മൊത്തത്തിലുള്ള ഒരു ആവശ്യമായിരുന്നു, സമൂഹത്തിൻ്റെ ഹൈന്ദവ സമാജത്തിൻ്റെ ആവശ്യമായിരുന്നു. പക്ഷേ നിർഭാഗ്യവശാൽ നിരവധി വ്യക്തിപരമായ ഗുലുമാലുകളിൽ അല്ലെങ്കിൽ നൂലാമാലകളിൽ പെട്ട് ഉഴലുന്ന ഒരു മനുഷ്യനാണ് സുകുമാരൻ നായർ. നിയമത്തിൻ്റെ കുരുക്ക് നാലുപാട് നിന്നും വരിഞ്ഞു മുറുകുന്ന ഒരവസ്ഥ ഇന്ന് മൂപ്പർക്കുണ്ട്. അതുകൊണ്ട് അതിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ, ആ നിയമപരമായ കുരുക്കിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ ഇന്നത്തെ സംസ്ഥാന ഭരണകൂടത്തെ ആശ്രയിക്കുക, അവരുടെ മുമ്പിൽ സാഷ്ടാംഗം വീണ് കാല് പിടിക്കുക എന്നുള്ളൊരു നിശ്ചയം തന്നെയാണ് നടപ്പിലാക്കാൻ സാധ്യതയുള്ളൂ. പല വിഷയങ്ങളുണ്ട്. വ്യക്തിപരമായി NSSൻ്റെ ഡയറക്ടർ ബോർഡ് 2013 കമ്പനി ആക്ട് പ്രകാരം ഒരു നിയമപരമായിട്ടുള്ള ഒരു നീക്കവും നടത്തിയിട്ടില്ല. അത് തന്നെ അദ്ദേഹത്തിന് 10-15 കൊല്ലം ജയിലിൽ കിടക്കാനുള്ള അവസ്ഥയുണ്ട്. ഞങ്ങൾ കേസ് കൊടുത്തിട്ടുള്ള ആളുകളാണ്. പിന്നെ അവിടെ നടക്കുന്ന ഓരോ അഴിമതികൾ, അവിടെ നടക്കുന്ന കച്ചവടങ്ങൾ, ഇങ്ങനെയെല്ലാം നിയമത്തിനെ വെല്ലുവിളിച്ചുകൊണ്ടും നിയമലംഘനങ്ങളിലൂടെയാണ് അവിടെ നടക്കുന്ന മുഴുവൻ പരിപാടികൾ.